എല്ലാവർക്കും നമസ്കാരം. ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നെടുമങ്ങാടാണ് കേട്ടോ. ഇവിടെ എന്താണ് വിശേഷം എന്ന് കേട്ട് കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ്റും നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയും കൂടെ ചേർന്ന് നമ്മുടെ ഈ ഓണം കളറാക്കാൻ വേണ്ടിയിട്ട് നെടുമങ്ങാട് ഈ കാണുന്ന പോലെ ഒരു അടിപൊളി മേള ക്രമീകരിച്ചിട്ടുണ്ട്. ഈ മേള കാഴ്ചകളുമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പോകുന്നത് കേട്ടോ. അക്വാ പെറ്റ് ഷോയും അതുപോലെ തന്നെ നമ്മൾ മേള കാഴ്ചകളും അമ്യൂസ്മെൻറ്റ് പാർക്കും അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ മേളയിൽ നിന്ന് കാണാനുണ്ട്. എൻട്രി ഫീ സൗജന്യമാണ്. പിന്നെ സെപ്റ്റംബർ 14 വരെ നമുക്ക് ഈ മേള ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. തിരുവനന്തപുരം പരിസര പ്രദേശങ്ങളിലും ഒരുപാട് മേളകൾ നടക്കുന്നുണ്ട്. അതിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ നെടുമങ്ങാട് വളരെ മനോഹരമായിട്ട് ഈ മേള ക്രമീകരിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, പ്രവേശനം സൗജന്യമാണ്. അതുപോലെ തന്നെ പെറ്റ് ഷോ വളരെ മനോഹരമായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് ടിക്കറ്റുണ്ട്. എന്തായാലും ഒരുപാട് വെറൈറ്റി മത്സ്യങ്ങളെയും അതുപോലെ പ്രാവ് ഇനങ്ങളെയും കോഴികളെ പിന്നെ പൂച്ചകളെ അതുപോലെ ഡോഗ്സിനെ അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് മേളകൾ നമ്മൾ ഈ ചാനലിലൂടെ കാണിക്കുന്നത് കൊണ്ട് പറയുകയാണ്, കുറച്ച് നന്നായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ നഷ്ടമാകത്തില്ല ഒരിക്കലും. പിന്നെ ഇവിടെ പൈത്തനും അതുപോലെ തന്നെ ഈ പാരറ്റൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ടതുപോലെ നമുക്ക് ഇവിടുന്ന് ആഹാര സാധനങ്ങളും അതുപോലെ ഫാൻസി ഐറ്റംസും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനുള്ള മേള കാഴ്ചകൾ അതുപോലെ മേളയിൽ ഉൾപ്പെടുത്താവുന്ന എല്ലാ കാര്യങ്ങളും ഈ മേളയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഫുഡ് കോർട്ടുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പെറ്റ് ഷോ എടുത്ത് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഗ്രാൻഡ് ആയിട്ടാണ് അമ്യൂസ്മെൻറ്റ് പാർക്കും അതിനോടുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഓണം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നെടുമങ്ങാടുള്ള ഈ മേളയിൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ബൈ.